മച്ചാനെ പൊക്കി മച്ചാനെ. ക്ലയന്റിനെ വിളിച്ച് സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറ. ഹാ മച്ചാനെ, അവർ ഫോൺ എടുക്കുന്നില്ല. ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. പണിയെടുത്തിട്ട് കാശ് വയ്ക്കാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേ ഇല്ല. നീ ഒന്നുകൂടെ ട്രൈ ചെയ്യ്. ഇല്ല മച്ചാനെ, ഫോൺ എടുക്കുന്നില്ല. ആരാ? ചെറുക്കനെ പൊക്കാൻ പറഞ്ഞ ആളാ തോന്നുന്നു. നീട്ട് വന്നേക്കുക. പറഞ്ഞ സാധനം പൊക്കിയിട്ടുണ്ട്. ആ മുഖംമൂടി അയച്ചു കാണിച്ചു കൊടുക്ക്. സാർ, അന്ന് പറഞ്ഞ കാശ് കിട്ടിയിരുന്നെങ്കിൽ ഒരു സാധനം കൂടി കിട്ടാനുണ്ട്. ഒരു മാല. അത് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇല്ല, അത് കൊട്ടേഷനിൽ ഇല്ല സാർ. കൊട്ടേഷനിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല, പക്ഷേ എനിക്കത് കിട്ടണം. നീ ചെറുക്കൻ്റെ കഴുത്തിൽ കിടന്ന മാല എങ്ങാനും എടുത്ത? അതിന് ചെറുക്കൻ്റെ കഴുത്തിൽ മാല പോയിട്ട് ഒരു നെക്ക് ബാൻഡ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെന്തോ ഇയാൾ ഈ പറയുന്നത്? ഇനി കൊട്ടേഷൻ തന്ന ആള് തന്നെയല്ലേ ഇത്? നമുക്ക് ഫോണിലൂടെ ശബ്ദം കേട്ടുള്ള പരിചയം മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും ആരാണ്? എൻ്റെ വൈഫ് ടീച്ചറാ. മകൻ വൈഫ് വർക്ക് ചെയ്യുന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. ആഹാ, സന്തുഷ്ടമായ കുടുംബം. ഞാൻ അവരെ സ്കൂളിന് മുൻപിൽ ഡ്രോപ്പ് ചെയ്ത് ഓഫീസിലേക്ക് പോകവേ ഒരുത്തൻ വാനിൽ വന്ന് എൻ്റെ ചെറുക്കനെ പിടിച്ച് വണ്ടി കയറ്റി. തടയാൻ ശ്രമിച്ച എൻ്റെ വൈഫിൻ്റെ കഴുത്തേ കിടന്ന മാല പൊട്ടിച്ച അവൻ കടന്നു കളഞ്ഞത്. കടന്നു കളഞ്ഞവനറിയില്ല ആ മാലയുടെ ലോക്കറ്റ് ഒരു ട്രാക്കറാണെന്ന്. എന്തിനാടാ മോഷ്ടിച്ചിട്ട്? നമ്മൾ ഗുണ്ടകളാണ്, കൊളക്കാരല്ല. വില കളയാനായിട്ട് വേണേ ചെറുക്കനെ എടുത്ത് പടിയായിക്കോ. മാല തരാൻ പറ്റില്ല, പണിക്കാശലും വേണ്ടേ. ആ മാല കിട്ടാതെ ഞാൻ പോകില്ല. മച്ചാനെ പെട്ടല്ലോ. അണ്ടർവേൾഡ്, കത്തി, ഗുണ്ട, വില്ലൻ, ഞാൻ കൊലകാരണ്ട. പോലീസ്, തോക്ക്, മഫ്തി, എൻകൗണ്ടർ, ഞാൻ വെടിക്കാരണ്ട.